ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹാരോസ് കാർണിവൽ. ഹോൺ സുരനെ വിളിച്ച് കെൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അറിയിക്കുകയാണ്. അന്ന് രോനയുടെ വീട്ടില് എൻബിയോൾ ഉണ്ടെന്നുള്ള കാര്യം ഇവളായിരുന്നല്ലോ പിങ്കിനെ അറിയിച്ചത്. അങ്ങനെ സുരന് വ്യക്തമാവുകയാണ്, അന്ന് എൻബിയോളിനെ തട്ടിക്കൊണ്ടുപോയത് പിങ്ക് തന്നെയാണ്. ഇവിടെ നമ്മുടെ ഹൂനും ഡാൻറ്റിയും നിൽക്കുന്നത് ജോക്കോമോ കമ്പിലാണ്. ഡാൻറ്റി പറയുന്നു, ഈ ഒരു ബിൽഡിങ് എത്രയും പെട്ടെന്ന് തന്നെ പൊളിച്ചു മാറ്റണം. ഹോൺ ചോദിക്കുന്നുണ്ട്, അല്ല എന്തുകൊണ്ടാണ് ഈ ഒരു സ്ഥലം അച്ഛൻ ഇത്രയേറെ പ്രിയം? ഡാൻറ്റി പറയുന്നു, ഞാനും എൻ്റെ അമ്മയും ജീവിച്ചത് ഇവിടെയായിരുന്നു. ഈ ഒരു സ്ഥലത്താണ് എൻ്റെ അമ്മയെ അടക്കിയിരിക്കുന്നത്. അന്ന് രാത്രിയിൽ നടന്ന കാര്യങ്ങളൊക്കെ ഡാൻറ്റിയുടെ മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ഞാനിവിടെ സിയോസ് ടവർ പണിയും. 24 മണിക്കൂറും ആ ഒരു ടവർ കത്തിക്കൊണ്ടേയിരിക്കും. ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയിരിക്കും അത്. ഇവിടെ നമ്മുടെ സൂര്യോനും ഹായും ആണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കാണ്. പിങ്കിനെ ഉറപ്പായും കണ്ടുപിടിക്കണം. അവൾക്കറിയാം അന്ന് രാത്രിയിൽ എന്താണ് നടന്നേന്ന്. ഹാ പറയുന്നു, അവൾ എവിടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അവളെ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് എനിക്കറിയാം. അപ്പൊ നമ്മുടെ പിങ്ക് ഈ ഒരു ഹെരാ പാലസ് തന്നെ കേട്ടോ. അവളാണെങ്കിൽ എൻബിയോളിനെ വിളിച്ച് നോക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. അങ്ങനെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് ഇവൾ എവിടെയാന്ന് പിങ്കിന് മനസ്സിലാവുന്നു. എൻബിയോളും കൂട്ടുകാരും കൂടി ഒരു കഫേയിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെയാണ്. അപ്പൊ ഇവളുടെ ഫ്രണ്ട്സ് ഒക്കെ അന്നത്തെ ആ ഒരു ഓഡീഷനെ പറ്റി ചോദിക്കാണ്. രോനയാണല്ലോ ജയിച്ചത്, അപ്പൊ നമ്മുടെ മിനിഹക്കും ഈ കൂട്ടത്തിൽ ഉണ്ട് കേട്ടോ. മിനിഹക്ക് രോനയുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ ഇവളെ കാണിക്കാണ്. പെട്ടെന്ന് നമ്മുടെ എൻബിയോളിന് തലയ്ക്ക് എന്തോ പോലെ തോന്നുകയാണ്. അവളുടെ മനസ്സിലേക്ക് യോൻഹെ മരിച്ച ആ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ്. യോൻഹെ ഇവളോട് പറയുന്നുണ്ടായിരുന്നു, മോളെ എൻബിയോളെ കണ്ണു തുറക്ക് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അന്ന് യൂൻഹെ പറഞ്ഞ ആ ഒരു വാക്കുകൾ ഇവിടെ എൻബിയോളും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇവളുടെ കൂട്ടുകാരൊക്കെ പേടിച്ച് ഇവളുടെ അടുത്ത് വരുന്നത്, എന്താ പറ്റിയേ എന്ന് ചോദിക്കുമ്പോ പെട്ടെന്ന് എൻബിയോള് സ്റ്റക്ക് ആവുകയാണ്. അവൾ അവരോട് ചോദിക്കുന്നു, അല്ല നിങ്ങളൊക്കെ എപ്പോഴാ വന്നേ? അപ്പൊ ഇവളുടെ ഫ്രണ്ട്സ് പറയുന്നു, നമ്മൾ ഒരുമിച്ചല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്, നീ എന്തൊക്കെയാ പറയുന്നേ? ഈ ഒരു സമയം പിങ്ക് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരികയാണ്. എൻബിയോളിനെയും കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പൊ എൻബിയോള് പിങ്കിനോട് പറയുന്നുണ്ട്, ആ ഒരു ഡ്രഗ്സ് എനിക്ക് കൊണ്ടുവരൂ പ്ലീസ്, അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ആ ഒരു ഡ്രഗ്സ് കൊണ്ടുവരാനായിട്ട് പിങ്ക് പോവാണ് കേട്ടോ. അപ്പൊ ഇവള് ഒരു ഡ്രഗ് ഡീലറിന്റെ കയ്യിൽ നിന്നാണല്ലോ ഇത് വാങ്ങുന്നത്. ഇവള് പതിവായി ചെല്ലുന്ന ആ ഒരു സ്ഥലത്തെത്തുകയാണ്. പണം കൊടുത്തിട്ട് ഈ ഒരു ഡ്രഗ്സ് വാങ്ങിച്ച് ഇവളിങ്ങനെ തിരികെ നടക്കുന്ന സമയം ആ ഒരു വ്യക്തി സംസാരിക്കുകയാണ്, ഈ ഒരു ഡ്രഗ്സ് കൊറിയയില് ബാൻ ചെയ്തിരിക്കുന്നതല്ലേ, ഇതിന് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട്, അൾഷിമേഴ്സ് ഇത് കഴിച്ചാൽ ഉണ്ടാവും. പിങ്ക് പറയുന്നു, അതിന് നിങ്ങൾക്ക് എന്താ, പണം തന്നിട്ടല്ലേ ഞാനിത് വാങ്ങുന്നത്, ഈ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായി അറിയാം. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ വേഷത്തിലിരുന്നത് നമ്മുടെ ഹായായിരുന്നു. ഹായാണെങ്കിൽ തന്റെ മാസ്ക് മാറ്റിയിട്ട് ഉള്ളിൽ ചോദിക്കുന്നു, അപ്പം എല്ലാം അറിഞ്ഞിട്ടാണല്ലേ നീ ഒരു ഗുളികള് എന്റെ മകൾക്ക് കൊടുത്തിരുന്നത്, അവളുടെ ജീവിതം തകർക്കാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞ് ഇവളോട് ദേഷ്യപ്പെടാണ്. അപ്പൊ ഹായ് ഇവിടെ കണ്ട് പിങ്ക് ഞെട്ടി നിൽക്കാണ്. അവള് പറയുന്നു, ഞാനല്ല, നീയും സ്യോജിനോടല്ലേ അവളുടെ ജീവിതം തകർത്ത്, ഞാൻ മാത്രമേ എൻബിയോളിനെ സ്നേഹിച്ചിട്ടുള്ളൂ, അവള് പറഞ്ഞിട്ടാണ് ഈ ഒരു ഡ്രഗ്സ് ഞാൻ അവൾക്ക് വേണ്ടി കൊണ്ടുപോകുന്നത്. പിങ്ക് പോവാനൊരുപ്പം ഹായാണെങ്കിൽ എന്തോ ഒരു ഇഞ്ചക്ഷൻ ഇവളുടെ ദേഹത്തെ കുത്തിവെക്കുകയാണ്. ഇപ്പൊ പിങ്കിനെ ഒരിടത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. അവളുടെ അടുത്ത് തന്നെ നമ്മുടെ ഹായും അതുപോലെ സൂര്യോനും നിൽപ്പുണ്ട്. ഇവളെ കണ്ടു തുറക്കുന്ന സമയം സൂര്യോൻ ഇവളോട് ചോദിക്കുന്നുണ്ട്, അന്ന് ആ ഒരു രാത്രിയിൽ നീയല്ലേ എൻബിയോളിനെ തട്ടിക്കൊണ്ടുപോയത്, നിന്നെ ഫോളോ ചെയ്തല്ലേ യോൻഹെ അങ്ങോട്ടേക്ക് വന്നത്, പറയൂ അന്ന് രാത്രിയിൽ എന്താണ് സംഭവിച്ചത്, യോൻഹയ്ക്ക് എന്താണ് പറ്റിയത്? പക്ഷേ പിങ്ക് ആണെങ്കിൽ പറയുന്നു, എനിക്കൊന്നും അറിയില്ല, എന്നെ അഴിച്ചുവിടൂ എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ അലറി വിളിക്കാണ്. ഈ ഒരു സമയം നമ്മുടെ ലോഗൻ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പൊ ലോഗനെ കണ്ട് ഇവളൊന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. ഇവള് ചോദിക്കുന്നല്ല, ലോഗൻ നീ ജീവനോടെ ഉണ്ടോ? അന്നത്തെ നിന്റെ ആക്സിഡന്റ് പിന്നിൽ ആരായിരുന്നു? ലോഗൻ പറയുന്നു, ഡാൻഡിയാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ നീ എന്താണ് ചെയ്തത്? ഞാനല്ലേ നിന്നെ കൊറിയയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ നീ എന്താണ് ചെയ്തത്? ആ ഒരു ഡാൻറ്റിയുടെ കൂടെ നിന്ന് മീഡിയക്ക് നീ കള്ള റിപ്പോർട്ടല്ലേ കൊടുത്തത്. എനിക്കും യോൻഹയ്ക്കെതിരെ നീ വ്യാജ കാര്യങ്ങൾ പറഞ്ഞു പടത്തിയില്ലേ? പിങ്ക് പറയുന്നു, ഡാൻറ്റി പറഞ്ഞാണ് ഞാൻ ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തത്. ഞാൻ അവനെ അനുസരിച്ചില്ലെങ്കിൽ അവൻ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ.
അപ്പൊ ശരിക്കും നമ്മുടെ പിങ്കിന് ഒരു കഥയുണ്ട്. ഇവക്കൊരു മകളുണ്ടായിരുന്നു കേട്ടോ. ഇവളുടെ ഭർത്താവ് ഒരു മുഴുക്കുടിയനായിരുന്നു. ഇയാളെ പേടിച്ച് നമ്മുടെ പിങ്ക് പോയ ടൈമിലാണ് ഈ ഒരു കുട്ടി മരിക്കുന്നത്. ശരിക്കും പിങ്ക് ഇപ്പോഴും സ്വയം കുറ്റപ്പെടുത്താണ് ആ ഒരു മകളുടെ മരണത്തിന് കാരണം താനാണെന്നാണ് ഇവള് പറയുന്നത്. അതുകൊണ്ടാണ് ഇവക്ക് എംബ്യോളിനോട് ഇത്രയധികം വിശ്വാസം. എംബ്യോള് തന്റെ മകളാണ് എന്നാണ് അവള് വിശ്വസിക്കുന്നത് കേട്ടോ. അന്ന് രാത്രിയില് എന്താണ് യൂനയ്ക്ക് സംഭവിച്ചത് ലോഗൻ ചോദിക്കാണ്. നടന്ന എല്ലാ കാര്യങ്ങളും ഇവള് പറയാണ്. ഞാൻ എംബ്യോളിനെ കൊണ്ട് പോകുന്ന സമയം യൂൻഹെ എന്നെ ഫോളോ ചെയ്ത് വരുമായിരുന്നു. ഞാൻ അപ്പൊ തന്നെ ഡാൻറ്റിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അയാൾ പറഞ്ഞനുസരിച്ച് ആ ഒരു വില്ലയില് ഞാൻ എത്തിയ സമയം അയാളുടെ ആളുകള് എന്നെ അവിടുന്ന് പിടിച്ചോണ്ട് പോയി കെട്ടിയിടുകയായിരുന്നു. ശരിക്കും എനിക്കറിയില്ല എന്താണ് യൂൻഹയ്ക്ക് സംഭവിച്ചതെന്ന്. ഈ ഒരു പിങ്കിന്റെ കാറും ആ ഒരു ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയായിരുന്നു. പക്ഷേ ആ ഒരു കാറിലെ ഡാഷ് ക്യാം മിസ്സിംഗ് ആയിരുന്നു കേട്ടോ. ഈ ഒരു ഡാഷ് ക്യാമിനെ പറ്റി ലോഗനോട് ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു ഡാഷ് ക്യാം ഇവള് തന്നെ ആയിരുന്നു മാറ്റിയത്. കാരണം അത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇവളാണ് എംബ്യോളിനെ തട്ടിക്കൊണ്ടുപോയെന്ന് മനസ്സിലാവുമല്ലോ. ആ ഒരു ഡാഷ് ക്യാം ഇവരെ ഏൽപ്പിക്കാണ്. അങ്ങനെ അതിലെ ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പം ഇവർക്ക് ആ ഒരു സത്യം മനസ്സിലാവാണ്. സ്യോജനാണ് യോൻഹയുടെ മരണത്തിന് കാരണക്കാരിയായതെന്ന്. അന്ന് രാത്രി നടന്ന ആ ഒരു കാര്യങ്ങൾ എംബ്യോള് കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു കാര്യങ്ങൾ മറക്കാൻ വേണ്ടിയായിരിക്കും അവള് പിങ്കിൽ നിന്ന് ഈ ഒരു ഡ്രഗ്സ് വാങ്ങി കഴിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ഡോംപില് കള്ള കുടിച്ച് ആകെ ഒരു ബോധവും ഇല്ലാതെ ഇങ്ങനെ നടന്നു പോവാണ്. ഈ ഒരു സമയം റോന ഇവന്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ ജെയിനെ പറ്റിയുള്ള കാര്യങ്ങള് ഇവനോട് പറയാണ്. ജെയിന് ശരിക്കും ഇവനെ മിസ് ചെയ്യുന്നുണ്ട്. ഈ ഓഡീഷനിൽ നമ്മുടെ ജെയിനെയും ജയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവളുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ ഇവള് കാണിക്കുന്നുണ്ട്. അപ്പം ഡോങ്പിലിനും അതുപോലെ മിസ് കാങ്ങിനും ജെയിനിക്കും ഒക്കെ ഇടയിലുള്ള ആ ഒരു പ്രശ്നം സോൾവ് ആക്കാനായിട്ട് ഇവളെ സഹായിക്കാന്ന് ഇവൻ പറയാണ്. അവിടുന്ന് അവള് പോയ ടൈമില് ഡോങ്പിലിന്റെ മനസ്സിലേക്ക് ആ ഒരു കുറ്റബോധം വരികയാണ്. യൂൻഹോട് അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവന്റെ മനസ്സിൽ വരികയാണ്. അപ്പൊ തിരികെ ഇവൻ വീട്ടിലെത്തുന്ന സമയം ആ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ഇവൻ കീറിക്കളയാണ്. അവൻ മിസ്സിസ് കാങ്ങിനെ വിളിച്ചിട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നീ പറയുന്ന എന്ത് കാര്യമാണെങ്കിലും ഞാൻ ചെയ്തോളാം. ഇവിടെ നമ്മുടെ കെങ്ങാണെങ്കിൽ സുറുവിന്റെ ആ ഒരു ഫോട്ടോയിൽ നോക്കിയിരിക്കുകയാണ്. ഇവക്ക് അവർ തമ്മിലുണ്ടായിരുന്ന പഴയ നല്ല നിമിഷങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. ഹായ് ആണെങ്കിൽ റോനെ അറിയാതെ അവളെ നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവൻ തിരികെ ഈ ഒരു വില്ലയിൽ എത്തുന്ന സമയം ലോഗൻ ഇവനോട് സംസാരിക്കണം. ഇവനാണെങ്കിൽ റോനയ്ക്ക് വേണ്ടി സേവ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് കാശുണ്ട്. ഈ ഒരു പണം ലോഗൻ അവളെ ഏൽപ്പിക്കണോന്ന് ഇവൻ പറയാണ്. യൂൻഹയിൽ നിന്ന് ലോഗൻ അറിഞ്ഞായിരുന്നു കേട്ടോ ഹായാണ് റോനയുടെ ശരിക്കുള്ള അച്ഛനെന്ന്. നിനക്ക് തുറന്ന് പറഞ്ഞുകൂടി, നിനക്ക് തന്നെ ഈ ഒരു പണം അവളെ ഏൽപ്പിച്ചുകൂടി എന്ന് ലോഗൻ ചോദിക്കുമ്പം ഹാ പറയുന്നുണ്ട്, ഇല്ല ഞാൻ കൊടുത്താ അവളത് വാങ്ങില്ല, ഒരിക്കലും എന്നെ അച്ഛനായി അവൾ കാണില്ല. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുന്ന ടൈമിലാണ് നമ്മുടെ സൂര്യോൻ അങ്ങോട്ടേക്ക് വരുന്നത്. പെട്ടെന്ന് അവിടെ ഫോണിലേക്ക് ഒരു കോൾ വരാണ്. വിളിച്ചത് കെങ്ങായിരുന്നു കേട്ടോ. കെങ്ങാണെങ്കിൽ ചില സത്യങ്ങൾ സൂര്യോട് പറയാണ്. സ്യോജിന്റെ അച്ഛനെ കൊന്നത് അത് അവള് തന്നെയാണ്. അതിന്റെ എവിഡൻസ് ആയിട്ടുള്ള വീഡിയോ എംബ്യോളിന്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടതാണ്. അമ്മ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ആ ഒരു പ്ലാൻ വിജയിക്കട്ടെ എന്ന് പറഞ്ഞ് കെങ് കട്ട് ചെയ്യാണ് കേട്ടോ. നമ്മുടെ എംബ്യോൾ ആണെങ്കിൽ എന്തൊക്കെയോ അങ്ങനെ വാരി വലിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് സ്യോജൻ അങ്ങോട്ടേക്ക് വരുന്നത്. എംബ്യോൾ പറയുന്നു, ഞാൻ ഇന്നലെ രാത്രിയായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല, എനിക്ക് വല്ലാതെ വിശക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവള് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷേ സത്യം എന്താന്ന് വെച്ചാ കുറച്ചു നേരം മുമ്പാണ് ഇവള് നല്ല രീതിയിൽ ആഹാരം കഴിച്ചത്. അപ്പൊ ഇതിനെപ്പറ്റി സ്യോജൻ ചോദിക്കുന്നുണ്ട്. ഇവള് ആഹാരം കഴിച്ച കാര്യം പോലും എംബ്യോള് പറഞ്ഞിരിക്കണം. പെട്ടെന്ന് എംബ്യോൾ അലറാണ്. അവളുടെ മനസ്സിലേക്ക് അന്ന് രാത്രി നടന്ന കാര്യങ്ങൾ വീണ്ടും വരികയാണ്. സ്യോജിൻ വന്ന് യൂൻഹയുടെ ആ ഒരു കാറ് തള്ളിയിടുന്ന കാര്യങ്ങളൊക്കെ ഇവളുടെ മനസ്സിൽ വരികയാണ്. മരിക്കുന്നതിന് മുമ്പ് യൂൻഹ പറഞ്ഞ അതേ വാക്കുകള് എംബ്യോളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്യോജിനാണെങ്കിൽ എംബ്യോളെ കയറി പിടിച്ച് ചോദിക്കണം, മോളെ നിനക്ക് എന്താ പറ്റിയേ, എന്തൊക്കെയാ നീ പറയുന്നേ? വീണ്ടും എംബ്യോൾ നോർമൽ അവസ്ഥയ്ക്ക് വരികയാണ്. അല്ല അമ്മ എപ്പോഴാ വന്നേ? ഇന്നല്ലേ അമ്മയുടെ ആ ഒരു ഇനാഗ്രേഷൻ സെറമണി, ഞാനും വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് എംബ്യോൾ അവിടുന്ന് പോവാണ്. എംബ്യോളുടെ ഈ ഒരു പെരുമാറ്റത്തില് സ്യോജനാകെ ടെൻഷൻ ആവാണ്. അവൾക്ക് എന്താ പറ്റിയേ? ശരിക്കും ആ കാര്യങ്ങളൊക്കെ അവൾ മറന്നിരുന്നേല്ലേ? ഉറപ്പായും ആ ഒരു ഓഡീഷൻ കാരണം ഉണ്ടായ സ്ട്രെസ് ആയിരിക്കും എന്നൊക്കെ സ്യോജൻ വിശ്വസിക്കുകയാണ്. ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ഇന്നാണ് സ്യോജന്റെ ആ ഒരു ഡയറക്ടർ സ്ഥലത്തേക്കുള്ള ഇനാഗ്രേഷൻ സെറമണി. അങ്ങനെ
ഒരുപാട് അതിഥികൾ അവിടെ എത്തിയിട്ടുണ്ട്. കൂട്ടത്തില് നമ്മുടെ മിസ്സിസ് ക്യാങ്ങും ലീഡർ വൈഫും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സ്യൂസിനാണെങ്കിൽ ഇനാഗ്രേഷൻ സ്പീച്ച് കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ ലീഡർ വൈഫ് മിസ്സിസ് ക്യാങ് വിളിച്ചോണ്ട് മാത്രമാണ് വന്നത്. അപ്പം ഇവള് ചോദിക്കണം, അല്ല എന്തിനു വേണ്ടിയാ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? മിസ്സിസ് ക്യാങ് പറയുന്നുണ്ട്, ഒരു അടിപൊളി സംഭവം ഇവിടെ നടക്കാൻ പോവാണ്, അത് കാണാൻ നീയും വേണ്ടേ? അപ്പൊ ഇന്ന് തന്നെയാണ് നമ്മുടെ ഡാൻറ്റയുടെയൊക്കെ ആ ഒരു ഡെവലപ്മെന്റ് പ്ലാൻ തുടങ്ങുന്നത് കേട്ടോ. ആ ഒരു പ്രോജക്റ്റിന്റെ ഉദ്ഘാടനം ഡാൻറ്റയും ലീയും ഡോങ്കുലൊക്കെ ചേർന്ന് നടത്തുകയാണ്. അപ്പൊ ഒരുപാട് റിപ്പോർട്ടേഴ്സ് ഒക്കെ ഇവര് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവര് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വൈഫ് വന്നില്ലല്ലോ എന്ന് വെക്കുമ്പോൾ ഡാൻറ്റ പറയുന്നു, ഇന്ന് തന്നെയാണ് സിയോജിന്റെ ഡയറക്ടർ പദവിയിലേക്കുള്ള ആ ഒരു ഇനാഗ്രേഷൻ സെറമണി, അതുകൊണ്ടാണ് അവള് വരാതിരുന്നത്. പക്ഷേ എനിക്കായിട്ടുള്ള ആശംസകള് അവള് വീഡിയോ ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയം നമ്മുടെ സെക്രട്ടറി ആ ഒരു വീഡിയോ പ്ലേ ചെയ്യാണ്. അതിൽ ആദ്യം എങ്ങനെ സ്യൂസിനെ കാണിക്കുന്നത്, പെട്ടെന്ന് ആ ഒരു വീഡിയോ കട്ടായിട്ട് ലോകന്റെ ആ ഒരു ആക്സിഡന്റ് സീനാണ് ഇവിടെ കാണിക്കുന്നത്. കാർ പൊട്ടിത്തെറിക്കുന്നു. അതിന്റെ അടുത്ത് തന്നെ സൂര്യോൻ കരഞ്ഞോണ്ട് നിൽപ്പോണ്ട് മറ്റൊരു വൃദ്ധൻ അവിടെ ചിരിച്ചോണ്ട് നിൽക്കാണ്. ആ ഒരു വീഡിയോയിൽ എഴുതി കാണിക്കുന്നു, ഡാൻറ്റയാണ് ലോകനെ കൊന്നത്. പെട്ടെന്ന് ആ വീഡിയോ കട്ടായി വീണ്ടും സ്യോജിനെ കാണിക്കാണ്. എങ്ങനെയുണ്ട് എന്റെ സമ്മാനം എന്ന് സ്യോജിൻ പറയാണ്. ഡാൻറ്റയ്ക്ക് ആകെ ദേഷ്യം വരാണ്. റിപ്പോർട്ടേഴ്സ് ഒക്കെ ഡാൻറ്റയോട് ചോദിക്കാണ്, നിങ്ങളാണോ ലോകനെ കൊന്നത്? അങ്ങനെ ഓരോ ചോദ്യങ്ങളുണ്ട്. ഡാൻറ്റയെ അവർ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാണ്. ഇവിടെ നമ്മുടെ സ്യോജിന്റെ ആ ഒരു ഇനാഗ്രേഷൻ സെറമണി നടക്കുന്ന സ്ഥലത്തേക്ക് ഡാൻറ്റയുടെ ഒരു ഗിഫ്റ്റ് വരാണ് കേട്ടോ. കൂടെ ഇവൾക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള ഡാൻറ്റയുടെ ലെറ്റർ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഫോട്ടോ സ്റ്റേജിൽ വെച്ച് സ്യോജൻ തുറക്കാണ്. വളരെ വില കൂടിയ ഡാവിഞ്ചിയുടെ ഒരു ചിത്രമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവള് ആ ഒരു ഫോട്ടോയിലെ കവറൊക്കെ ഇങ്ങനെ മാറ്റുന്ന സമയമാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഈ ഒരു ഫോട്ടോ കണ്ട് ഞെട്ടി നിൽക്കാണ്. ഇതില് സ്യോജിന്റെ അച്ഛന്റെ പടമായിരുന്നു. അതിലിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇയാളെ കൊന്നത് സ്യോജിനാണെന്നുള്ള കാര്യം. ഇത് കണ്ട് സ്യോജിനാകെ ഷോക്ക് ആവുകയാണ്. അന്ന് ആ ഒരു രാത്രിയിൽ ഇവള് അവിടെ അച്ഛനെ തള്ളിയിട്ട് ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഇവളുടെ മനസ്സിലേക്ക് വരികയാണ്. അവൾ വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഇവിടിപ്പം ഓരോ സ്ഥലത്ത് നമ്മുടെ ഡാൻറ്റയും അതിലെ സ്യോജിനും ഒരുപോലെ വരികയാണ്. ഡാൻറ്റ പറയുന്നു, നീ എനിക്ക് വാക്കാതേലേ ലോകന്റെ ആ ഒരു ആക്സിഡന്റ് പിന്നിലെ ഞാനാണെന്നുള്ള സത്യം നീ ആരോടും പറയില്ലെന്ന് സ്യോജിന് ചോദിക്കാണ്. കെങ്ങായിരിക്കല്ലേ നിന്നോട് പറഞ്ഞത് എന്റെ അച്ഛന്റെ കൊലപാതകത്തില് എനിക്കും പങ്കുണ്ടെന്ന്, പക്ഷേ എന്തിനു വേണ്ടി നീ അത് പുറത്തുവിട്ടു എന്ന് പറഞ്ഞ് ഇവര് തമ്മിൽ നല്ല രീതിയിൽ വഴക്കാവാണ് കേട്ടോ. രണ്ടുപേരും പരസ്പരം നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തോണ്ടേ ഇരിക്കാണ്. ഇതെല്ലാം കണ്ടോണ്ട് അവിടെ മറ്റ് രണ്ടുപേരുണ്ടായിരുന്നു. മറ്റാരുമല്ല, നമ്മുടെ സൂര്യോനും അതുപോലെ ലോകനും അവരിതെല്ലാം കണ്ട് ചിരിച്ചോണ്ട് നിൽക്കാണ്. അപ്പൊ ഗായ്സ്, എന്താണ് ഇവിടെ നടന്നേക്കുന്നത്? അതുപോലെ ലോകന്റെ സൂര്യോന്റെയും ആ ഒരു മാസ്റ്റർ പ്ലാൻ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? നമുക്ക് അടുത്ത പാട്ടിൽ കാണാട്ടോ. സ്റ്റേ ട്യൂൺഡ്.